2010 ജൂലൈ 4 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിപരമായിട്ട് സാറിനും അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അന്ന് സംഭവിച്ച ചില പെട്ടെന്നുള്ള ഒരു പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിന് വലിയൊരു മാനമുണ്ട്. കാര്യം ഈ ഈ അക്രമം നടത്തിയ സംഘടന അവരെന്തിനു വേണ്ടി അത് ചെയ്തോ അതിനുള്ള വളർച്ച അവർക്കതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതായത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇതൊരു സംസാര ഭാഷയിലൊരു വാക്കായിട്ട് തന്നെ ഉപയോഗിച്ചു പലരും. പലയിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച വരുന്നതിനിടയ്ക്ക് കൈവേണോ എന്നുള്ള ചോദ്യം വരെ ഉണ്ടായി ഈ ഒരു സംഭവത്തിന് ശേഷം. എനിക്ക് തോന്നുന്നത് ഈ സംഘടനയ്ക്ക്, ഈ തീവ്രവാദ സംഘടനയ്ക്ക് ഒരു വളർച്ച ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അത്. അപ്പോൾ അത് ഉണ്ടാകാൻ കാരണമായ ഈ ഒരു സഭയുടെ ഭാഗത്തുനിന്നുണ്ടായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും ചെയ്ത ആ കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി നന്നായിട്ട് ബാധിച്ചു. ഇവിടെ തീവ്രവാദം, അത് കഴിഞ്ഞിട്ടുള്ള IS ബന്ധങ്ങളിലേക്ക് പോവുക, വലിയൊരു തീവ്രവാദ സംഘടന, പിന്നെ അതിനിടയ്ക്ക് അടുത്ത സമയത്തുണ്ടായ മറ്റ് മുദ്രാവാക്യങ്ങൾ, കുന്തിരിക്കം വാങ്ങിച്ചു വെച്ചോളൂ അല്ലെങ്കിൽ ഇതൊക്കെ അവലും മല്ലൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവമായി. അതിനുശേഷം ആണ് നിരോധനം വരുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇവരെത്രയും വലുതാകാൻ അല്ലെങ്കിൽ വലിയ സംഘടനയിലേക്ക് അല്ലെങ്കിൽ മാറാൻ ഈ ഒരു സംഭവം ഉപകരിച്ചെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർക്ക് ഞാനൊരു പിന്നെ ഒരു അവസരം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്കുള്ള ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ അവർക്കറിയാം ഇതൊക്കെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരാൾ പിന്നെ ഇങ്ങനെ ഒരു ചെയ്തെങ്കിൽ ഇയാളുടെ ഒരു പൂർവ്വ ചരിത്രമൊക്കെ നോക്കിയല്ലേ, ഇയാൾ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്, സാധാരണ എങ്ങനെ വിദ്വേഷിയാണോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ കുറ്റം പറയുന്ന ആളാണോ, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അധ്യാപന കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ കുട്ടികളെ നമ്മൾ മുസ്ലിം കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ജനുവിനായിട്ടാണ് എന്നെ ഒരു മതബന്ധകനായിട്ട് കണ്ട് എന്നെ ഉപദ്രവിക്കുന്നത് എങ്കിൽ അതുപോലെയൊക്കെയുള്ള അന്വേഷണങ്ങൾ അവർ തീർച്ചയായിട്ടും നടത്തുമായിരുന്നു. അവർക്കതൊന്നും നടത്തേണ്ടി വന്നില്ല. കാരണം അവർക്കറിയാം ഞാൻ അങ്ങനെയുള്ള ആളല്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ ഉയർത്തിയ ഒരു വിവാദം അത് ഫലവത്താകുകയും കേരള സമൂഹത്തെ അത് അവർക്ക് വിശ്വസിപ്പിക്കാനും സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അന്നും ഈ സഭയുടെ ഒരു നിലപാട് അവർ ആരാഞ്ഞുകൊണ്ടിരുന്നു. എന്നോട് മാനേജർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല മുസ്ലിം സംഘടനകളും ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മാനേജർ പറയുന്നത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കും. അങ്ങനെയാണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിന് എന്നോടുള്ള നിലപാട് എന്താണ്, എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ പക്ഷത്തു നിന്ന് അവർക്കൊരു എതിർപ്പുണ്ടാകുമോ, അങ്ങനെയുള്ളൊരു പിന്നെ അവരെ ഒറ്റപ്പെടുത്തലുണ്ടാകുമോ എന്നൊക്കെ അവർ പരീക്ഷിച്ചിട്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സഭ അനങ്ങില്ല എന്നൊക്കെ അവർക്ക് തോന്നിയതുകൊണ്ട് എന്നെ ഒരു സഭാംഗം എന്ന നിലയിൽ കത്തോലിക്ക സഭ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ആണ് അവർ അവസാനം ഈ കൃത്യത്തിന് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക സഭ കേരളത്തിലെ അവസ്ഥയിൽ എന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ മാത്രം അന്ന് ഈ മുസ്ലിം തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടൊന്നും വളർന്നിരുന്നില്ല. പിന്നീട് വളർന്നിട്ടുണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അവരവരുടെ പിന്നെ ലക്ഷ്യം നിറവേറ്റി. എന്നെ ആക്രമിച്ചു, അതിൻ്റെ പേരിൽ ആദ്യം അവർക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. പിന്നീട് അവർ അത് പിന്നെ അവരുടെ ഉദ്ദേശം സഫലമാക്കി അവർ വളരുകയും അങ്ങനെ സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതര മതവിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ അത്രമാത്രം വളർന്നവർ. അവരത്രമാത്രം ആത്മവീര്യം ഉൾക്കൊണ്ടു. വളർന്നു എന്ന് പറയാൻ പറ്റുകയില്ല, അത്രമാത്രം അഹങ്കാരികളായിട്ട് മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ കേന്ദ്രം ഇടപെട്ട് പിന്നെ അവരുടെ അഹങ്കാരത്തിനൊരു ശമനം അല്പമെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്.